പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ കടുത്ത നടപടിക്കെന്ന റിപ്പോർട്ടുകൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വിനിത വിജയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. വിനിത, ഓരോ കൂടിക്കാഴ്ചയിലും ഓരോ പ്രത്യേകതകളും ഉണ്ടാവും, പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണോ? എന്താണ് ഈ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുക? അത്തരത്തിൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ വിനിത? സ്മിത, ഇന്ന് നടക്കുന്നത് ഒരു നിർണായക കൂടിക്കാഴ്ചയാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങളടക്കം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഏതാണ്ട് 45 മിനിറ്റോളം ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. കരസേനയും വ്യോമസേനയും നാവികസേനയും ഒക്കെ ഇതിനോടകം സ്വീകരിച്ച നടപടികൾ, ഒപ്പം തന്നെ സൈനിക നീക്കങ്ങൾ, ജമ്മു കാശ്മീരിലെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ പ്രതിരോധ മന്ത്രിയുമായി സംയുക്ത സൈനിക മേധാവി സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് പ്രതിരോധ മന്ത്രി നൽകിയിട്ടുണ്ട്. തുടർ നീക്കങ്ങൾ ഇനി ഏത് സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലത്തെ ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പ്രധാനമന്ത്രിയുമായി പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. രാവിലെ 11 മണിക്കായിരിക്കും ഈ കൂടിക്കാഴ്ച എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ കൂടിക്കാഴ്ചയിൽ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുക്കുന്നുണ്ട്. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ, നീക്കങ്ങളൊക്കെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതിർത്തിയിലടക്കം പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ അതിനെ ഏത് തരത്തിൽ നേരിടേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഇതാ ചൈനയടക്കം പാകിസ്ഥാന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ആയുധങ്ങൾ നൽകുമെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു കടുത്ത പ്രതിരോധത്തിലേക്കടക്കം പോകുന്ന പശ്ചാത്തലമുണ്ട്. നേരത്തെ തന്നെ നയതന്ത്ര മേഖലയിലടക്കം നമ്മൾ കടുത്ത നടപടികൾ സ്വീകരിച്ച് കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതിരോധ മേഖലയിൽ ഞങ്ങൾ സജ്ജരാണെന്ന് സംയുക്ത സൈന്യം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ എല്ലാ മേഖലകളിലും അതിർത്തിയിലുമൊക്കെ കൂടുതൽ സൈന്യത്തെ എത്തിക്കുകയും അവിടെയൊക്കെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി തുടർ സൈനിക നീക്കങ്ങൾ ഏതു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇന്നലെ സംയുക്ത സൈനിക മേധാവി നൽകിയ വിശദാംശങ്ങൾ, ആ കൂടിക്കാഴ്ചയിലെടുത്ത തീരുമാനങ്ങളൊക്കെ തന്നെ പ്രതിരോധ മന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കും.